विहारी लाल की जय। अहो मधुर 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 गो, अहो मधुर 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 गो, राधा कृष्ण रासलीला मधुर मधुर गो, राधा कृष्ण रासलीला मधुर मधुर गो, मुरलीधर मोहन वंशी मधुर मधुर गो, मुरलीधर मोहन वंशी मधुर मधुर गो, राधा कृष्ण रासलीला मधुर मधुर गो, राधा कृष्ण रासलीला मधुर मधुर गो, श्री नंदन इंदु कच्छपि मधुर मधुर गो, श्री नंदन इंदु कच्छपि मधुर मधुर गो, राधा कृष्ण रासलीला मधुर मधुर गो, अहो राधा कृष्ण रासलीला मधुर मधुर गो, अहो मधुर 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 गो, अहो मधुर 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 गो, राधा कृष्ण रासलीला मधुर मधुर गो, राधा कृष्ण रासलीला मधुर मधुर गो, अहो मधुर मधुर गो, अहो मधुर मधुर गो। सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद. ഭഗവാൻ രണ്ട് വിധം രാസം ആടിയതുകൊണ്ട് ഒരു രാസം ശരത്കാലത്തിലാണ്, അത് നമ്മൾ കേട്ടതാണ്. പിന്നെ വസന്തകാലത്തിൽ രാസമാടിയ സമയത്താണ്, അതിനുവേണ്ടി പുറപ്പെടുന്ന സമയമാണ്. അതിനു മുമ്പ് ഒരു ലീല കൂടി ഇവർ വർണ്ണിക്കുന്നു. ഒരു ശിവരാത്രി ദിവസം ഈ ഗോപന്മാർക്ക് അടുത്തുള്ള അംബികാവനം, സരസ്വതി നദീതീരത്തുള്ള അംബികാവനത്തിൽ മഹാദേവനെ ആരാധിച്ച് രാത്രി അവിടെ താമസിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഉറങ്ങിക്കിടന്ന നന്ദഗോപനെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങാൻ തുടങ്ങി. ഈ ഗോപന്മാരൊക്കെ തീക്കട്ട കൊണ്ട് അതിനെ ചുട്ടിട്ടും അത് വിടുന്നില്ല. അദ്ദേഹം വിളിച്ചു, കൃഷ്ണ കൃഷ്ണ മഹാനയം സർപ്പോമാം ഗ്രസതേ താത. കൃഷ്ണ, ഈ പെരുമ്പാമ്പിനെ വിഴുങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ വന്ന് തൻ്റെ കാലുകൊണ്ടുകൊണ്ട് തൊട്ടു. തൊട്ടപ്പോൾ തന്നെ പെരുമ്പാമ്പിൻ്റെ രൂപം മാറി ഒരു വിദ്യാധരൻ, ഒരു ദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നീ ആരാണ് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞു, സുദർശനധര പ്രഭോനാണ്, സുദർശനാഖ്യാസ്മ്യഹം അഹം വിദ്യാധര കശ്ചിത്. എൻ്റെ പേര് സുദർശനൻ എന്നാണ് പേര്. പേരിനെ യോജിച്ചപ്പോൾ നല്ല സുദർശനം, നല്ല രൂപഭംഗിയുള്ള ആളായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? മഹാത്മാ അംഗിരസ മഹർഷിയെ പരിഹാസം ചെയ്തപ്പോൾ അദ്ദേഹം പെരുമ്പാമ്പായി പോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ശാപം തന്നെ എനിക്ക് അനുഗ്രഹമായി. ശാപമേ അനുഗ്രഹീവ കൃതസ്ഥേ കരുണാത്മവിധി. മഹാത്മാക്കളുടെ ശാപം പോലും നമുക്ക് അനുഗ്രഹമാണ്. മഹാത്മാക്കളുടെ അടുത്ത് അപരാധം ചെയ്താലും അവർ ചിലപ്പോൾ നന്മയെ ചെയ്യും, ചിലപ്പോൾ എപ്പോഴും നന്മയെ ചെയ്യും. ചേരേവി ചന്ദനത്തരുഹു സുർവയതി മുഖം കുഠാരസ്യ. കോടാളി കൊണ്ട് ചന്ദനവനം വെട്ടുന്ന സമയത്ത് ചന്ദനവനം എന്ത് ചെയ്യുന്നു? കോടാളിക്ക് പോലും സുഗന്ധം പകർന്നു കൊടുക്കുന്നു. അതുപോലെയാണ് മഹാത്മാക്കൾ അപരാധം ചെയ്താലും അനുഗ്രഹിക്കുന്നവർ. അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി? നിൻ്റെ ദർശനം, നിൻ്റെ പാദസ്പർശം. പാദസ്പർശാത് അമീവഹന് ആവൃച്ഛേ ശാപനിർമുക്ത. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് എൻ്റെ പാപം നീങ്ങി. പറഞ്ഞ് നിൻ്റെ നാമം ജപിച്ച ആൾ തന്നെ എൻ നാമഗൃഹൻ അഖിലാൻ ശ്രോതൃൻ ആത്മാനമേവച്ച സത്യപുനാതി കിംഭൂജ. ഭഗവാന്റെ നാമം ജപിച്ചതുപോലെ തന്നെ ശുദ്ധി ഉണ്ടാവും പറഞ്ഞാൽ നിൻ്റെ പാദം നേരിട്ട് കിട്ടി, നിൻ്റെ ദർശനം കിട്ടിയ എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞ് അയാൾ പുറപ്പെട്ടു. പിന്നെയാണ് ഈ വസന്തരാസം ചെയ്യുന്ന സമയത്ത് ശംഖചൂടൻ പേരുള്ള അസുരൻ അവിടെ വന്നു. കുബേരൻ്റെ ആളാണ്. ഗോപികമാരെ പീഡിപ്പിക്കുന്ന സമയത്ത് കൃഷ്ണനും രാമനും അവൻ്റെ അടുത്ത് നിന്നപ്പോൾ കാലമൃത്യു യുവജന്, കാലവും മൃത്യുവും ഒന്നിച്ചു വരുന്നത് പോലെ തോന്നി. അകാലത്തിൽ മൃത്യു വന്നാൽ നമുക്ക് ഭഗവാന്റെ തീർത്ഥം സേവിച്ചാൽ മതി. ഭഗവാനെ പൂജിച്ച തീർത്ഥം കുളിക്കുമ്പോൾ ഒരു മന്ത്രം പറയാറുണ്ട്, അകാല മൃത്യുഹരണം സർവവ്യാധി നിവാരണം. അകാല മൃത്യു നീക്കുന്ന മന്ത്രമാണ്. പക്ഷെ കാലത്തോട് മൃത്യു വരുമ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല. അങ്ങനെ കാലമൃത്യു പോലെ കൃഷ്ണനെയും രാവണനെയും കണ്ട് പേടിച്ചു പോകുന്ന സമയത്താണ് ഭഗവാൻ അവനെ വധിച്ച് അവൻ്റെ ശിരസിൽ ഒരു മണി ഉണ്ടായിരുന്നു.
അത് ബലരാമൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്ത് അഗ്രജായ അർദ്ധാത്പ്രീത്യ പശ്യന്തീനാഞ്ച യോഷിത നല്ല പറഞ്ഞ് ഭഗവാന്റെ യുഗളഗീതം വർണ്ണിക്കുന്നു. വേണുഗീതം പോലെയാണ് ഭഗവാന്റെ വേണുഗാനത്തിൽ എല്ലാവരും എങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു എന്ന് വർണ്ണിക്കുന്ന യുഗളഗീതം വർണ്ണിച്ചുകൊണ്ടാണ് 35-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നു. നമുക്കിപ്പോൾ ഒരു കീർത്തനം ചൊല്ലി സമർപ്പിക്കാം. വീണ്ടും 2:30 തുടങ്ങാം. जय बोल सद्गुरुनाथ महाराज की जय। रास मिलोला नंदलाला, रास मिलोला नंदलाला, राधा नंदलाला, रास मिलोला नंदलाला, रास मिलोला नंदलाला, नंद किशोरा नंद लाला, नंद किशोरा, नंद किशोरा नंद लाला, नंद लाला, नव नवनीत चोरा नंद लाला, नव नवनीत चोरा नंद लाला, नंद लाला, जय गुरु रास बिहारी लाल की जय, राधा रानी की जय, वृंदावन धाम की। दीपाराधन मेरा प्रसाद शरणं में शरणयुगं मम